പ്രിയപ്പെട്ട പ്രേക്ഷകർ, അത്ര സുഖകരമായ ഒരു വാർത്തയിലേക്കല്ല ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത്. തൃശൂർ നെടുപുഴയിൽ വെള്ളത്തിൽ വീണ് കാണാതായ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട നെടുപുഴ സ്വദേശികളായ 3 പേർ ഇന്നലെ നീന്തി രക്ഷപ്പെട്ടിരുന്നു. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലെവിനെ, ഒട്ടും സുഖകരമല്ലാത്ത കാഴ്ചകളാണ് മുന്നിലുള്ളത്. എന്താണ് അവിടുത്തെ സാഹചര്യം? സേതു, ഇന്നലെ രാത്രിയാണ് ഈ അപകടം നടക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. നെടുപുഴ ഈ പറയുന്ന സ്ഥലത്ത് ഒരു മീൻ വളർത്തൽ പാടത്ത് മീൻ വളർത്തുന്നുണ്ടായിരുന്നു. നെടുപുഴ സ്വദേശിയായിട്ടുള്ള സുനിയുടെ ഉടമസ്ഥതയിലാണ് ഈ മീൻ വളർത്തൽ നടന്നിരുന്നത്. ഇവിടെ ഇദ്ദേഹത്തിനൊപ്പം എത്തിയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു മിനി ബോട്ടിൽ സഞ്ചരിക്കുകയും അതേ തുടർന്ന് പിന്നീട് ആ വെള്ളം ഈ പറയുന്ന മീൻ വളർത്തുന്ന സ്ഥലത്തേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെ ബോട്ട് മറിയുകയും അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. 3 പേർ പെട്ടെന്ന് തന്നെ നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ 2 പേർ വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന തൊഴിലാളികളായ നിഷാദ് അറക്കൽ, മാളിയക്കൽ, ഗിരീഷ് കിഴക്കൂട്ട് എന്നിവരാണ് സുരക്ഷിതമായി നീന്തി രക്ഷപ്പെട്ടത്. ഈ മീൻ വളർത്തൽ കേന്ദ്രത്തിന്റെ ഉടമസ്ഥനായ സുനി പോലീസ് പെട്രോളിംഗ് സംഘം കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം മറ്റുള്ള 2 പേർ കൂടി അപകടത്തിൽപ്പെട്ടു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നു. ഏതായാലും ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ ഈ 2 ആളുകളുടെ മൃതദേഹം കണ്ടെത്തി. ഇപ്പോൾ തൃശൂർ മേയർ കൂടി സംഭവ സ്ഥലത്തുണ്ട്. ഡോക്ടർ നിജി ജസ്റ്റിൻ നമ്മളോടൊപ്പം ചേരുന്നു. ഈ അപകടം ഇന്നലെ രാത്രിയാണ് നടന്നത്. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയിലുണ്ട്? അതെ, വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി. ഇവിടെ കഴിഞ്ഞ ജൂൺ 20-ാം തീയതി ഞാൻ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കുളവാഴ മാറ്റുന്നതുമായി സംബന്ധിച്ച് കൗൺസിൽ അടക്കം എന്നോട് കൂടി ഉണ്ടായിരുന്നു. ആ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. ഇവിടെ മീൻ വളർത്തുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ മീനിന് തീറ്റ കൊടുക്കാനായിട്ട് ഇറങ്ങിയ കരാറെടുത്തവരും അവിടെ അതിൻ്റെ കൂടെ 2 പേരും ഇറങ്ങിയതാണ്. അതിൽ വഞ്ചി മറിഞ്ഞു. 3 പേര് രക്ഷപ്പെട്ടു, 2 പേര് ദാരുണമായി മരിച്ചു. മരണപ്പെട്ടവരെ കുറിച്ച് എന്തെങ്കിലും സൂചനകളോ വിവരങ്ങളുണ്ടോ? ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാളുടെ പേര് ബിനോജ് എന്നാണ്. മറ്റൊരാളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ കടന്നു പോകുന്നത്. മരിച്ച ആൾ തിരിച്ചറിഞ്ഞാൽ ഏത് പ്രദേശത്തുള്ള ആളാണ്? കല്ലൂര് ഭാഗത്തു നിന്നുള്ള ആളാണെന്നാണ് മനസ്സിലായത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്, എങ്ങനെയാണ് ഇത് പുറത്തറിയുന്നത്? എങ്ങനെയാണ് ഇത് ഇവിടെ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് പയ്യനെ തീറ്റാൻ വേണ്ടിയിട്ട് ഒരു ഡേവിസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നു. അപ്പോൾ ഒരു വെള്ളത്തിൽ കിടക്കണ കണ്ട് ആള് രക്ഷിക്കാൻ പറഞ്ഞു. പക്ഷേ ആൾക്കാരെ വിളിച്ച് കൊണ്ടുവന്നു. അങ്ങനെ രക്ഷപ്പെടുത്തി. അങ്ങനെ 3 ആൾ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 ആളാണ് ഇപ്പോൾ മിസ്സായതെന്ന് പറഞ്ഞു. അവരിൽ നിന്ന് കിട്ടിയത് 2 ആൾ മിസ്സായെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വീടുകളിലൊക്കെ സെർച്ച് ചെയ്ത് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഒരു വ്യക്തിയുടെ പേര് ബിനോജ്, കല്ലൂരാണ്. പിന്നെയുള്ളത് എന്തായാലും ഇതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. 2 ആൾ മരണപ്പെട്ടു. സേതു, ഈ സംഭവം ഇന്നലെ രാത്രിയാണ് നടക്കുന്നത്. ഇപ്പോൾ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനും ഇൻക്വസ്റ്റിനുമൊക്കെയായി ആശുപത്രിയിലേക്ക് മാറ്റുന്ന ജോലികളാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒരാളെയാണ് തിരിച്ചറിഞ്ഞത്. കല്ലൂർ സ്വദേശിയായിട്ടുള്ള ബിനോജാണ് മരിച്ചത്. മറ്റൊരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികളാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് നടക്കുന്നത്. നേരത്തെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമാണ് രാത്രിയിലും അല്പസമയം മുമ്പ് സംഭവത്തിൽ 3 പേർ, ഈ അപകടത്തിൽപ്പെട്ട 3 പേർ നീന്തി കയറിയിരുന്നല്ലോ, രക്ഷപ്പെട്ടിരുന്നല്ലോ. ഇപ്പോ ആ സംഭവ സ്ഥലത്ത് അവരുണ്ടോ, അതോ അവര് ഹോസ്പിറ്റലൈസ്ഡ് ആണോ? സേതോ, അവർ ഹോസ്പിറ്റലൈസ് ആണ്. അവരെ ഇവിടെ സംഭവ സ്ഥലത്ത് നിലവിലില്ല. ഇന്നലെയാണ് ഈ അപകടം നടക്കുന്നത്. 5-അംഗ സംഘമാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ബോട്ടിലുണ്ടായിരുന്ന 2 പേർ തൊഴിലാളികളാണ്. മീൻ വളർത്തൽ കേന്ദ്രത്തിൽ സഹായികളായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ്. നിഷാദ്, ഗിരീഷ് എന്നിവരാണ് ഇത്തരത്തിൽ ബോട്ടിൽ ഉണ്ടായിരുന്നത്. മറ്റൊരാൾ ഈ ബോട്ടിൻ്റെ ഉടമസ്ഥനായ സുനി എന്ന് പറയുന്ന ആളാണ്. ഇയാൾ അവിടെ ഈ ബോട്ടിലുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമാണ്. കാരണം ഇവർ 5 പേർ മാത്രമായിരുന്നു ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. 2 പേർ നീന്തി കയറുകയും ഒരാൾ ബോട്ടിൻ്റെ സമീപത്ത് വെള്ളക്കെട്ടിനോട് ചേർന്ന് പാടത്ത് കവശ നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു എന്നുള്ളതാണ് സ്കൂബ ടീമുമായി സംസാരിച്ചപ്പോൾ അവർ നമ്മളെ അറിയിച്ചത്. അവരെ ഈ സുനി എന്ന് പറയുന്ന ആളെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ്
പിന്നീട് പെട്രോളിംഗ് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അയാൾക്ക് ഈ സംഭവത്തെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. പോലീസിന് അത്തരത്തിൽ അവരിൽ നിന്നൊരു വ്യക്തതയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ 3 പേരും മദ്യപിച്ചതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്കൂബ ടീമിൻ്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരോട് കൂടി സംസാരിക്കാമെന്ന് കരുതുന്നു. ഇത് എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തി? എത്ര മണിക്കൂർ തെരച്ചിൽ നടത്തേണ്ടത്? അതായത് നമുക്ക് ഇന്നലെയാണ് ഇവിടെ നിന്ന് വിവരം കിട്ടിയത്. മറ്റേ ഒരു വഞ്ചി മറിഞ്ഞതായും 5 പേര് വണ്ടിയിലുള്ളതായിട്ടും വിവരം കിട്ടി. അതിനെ തുടർന്ന് നമ്മൾ വന്ന് നോക്കുമ്പോൾ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല, ആരെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ബോട്ട് നമ്മൾ ഇന്നലെ റിക്കവർ ചെയ്തു. പിന്നീട് രാവിലെ 6:30 നമ്മൾ വീണ്ടും അണ്ടർ വാട്ടർ സെർച്ച് സ്കൂബ തൃശ്ശൂരിൽ നിന്നുള്ള ദിനേശൻ, അനിൽജിത്ത്, ശ്രീഹരി എന്നീ 3 പേരും പിന്നെ തൃശ്ശൂർ സ്റ്റേഷൻ്റെ സ്ട്രെങ്ത്തുമായിട്ട് സ്കൂബയുടെ തെരച്ചിലിൽ ആദ്യത്തെ സെർച്ചിൽ തന്നെ 2 പേരെയും കിട്ടി. ബോട്ട് മറിഞ്ഞ് നീന്തൽ അറിയാത്ത ആളുകളായിരിക്കണം എന്നാണ് തോന്നുന്നത്. നീന്താൻ ശ്രമിച്ച് കരയ്ക്ക് കയറുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത്. 2 പേരും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ പറയുന്ന ഇത് ശരിക്കും ഇന്നലെ 3 പേർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. 2 പേർ നീന്തി രക്ഷപ്പെടുക, ഒരാൾ റോഡിനരികിൽ നിന്ന് കിട്ടുകയായിരുന്നു. 5 പേര് ഇന്നലെ ഉണ്ടായിരുന്ന 5 പേരിൽ 3 പേര് നീന്തി രക്ഷപ്പെടുത്തു. 2 പേര് നീന്തി കയറി 2 സൈഡിലേക്ക് ഓടിപ്പോവുകയും ഒരാൾ നീന്തി തളർന്ന് വശത്ത് കിടക്കുകയായിരുന്നു. ആ കിടക്കുന്ന ആളുകളെ നമ്മുടെ പെട്രോളിങ്ങിനുണ്ടായിരുന്ന പോലീസുകാരാണ് കണ്ടെത്തിയത്. അതിനെ തുടർന്നാണ് വഞ്ചി മറിഞ്ഞതായും ആളുകൾ അകപ്പെട്ടതായും അറിഞ്ഞത്. വലിയ ആഴത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇതിൽ ഒരു 4 മീറ്ററോളം ഡെപ്ത് ഉണ്ടായിരുന്നു. സേതു, സ്കൂബ ടീം അവരുടെ ജോലികൾ പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഈ അപകടം നടന്ന സ്ഥലം കൂടി കാണിച്ചു തരാമെന്നാണ് കരുതുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാടശേഖരത്താണ് അപകടം നടന്നത്. ഈ പറയുന്ന തൊട്ട് ദൂരത്തിലുള്ള സ്ഥലത്ത് തന്നെയാണ്. അത് അധികം ഈ പാടത്തിന് നടുവിലോട്ട് പോകണ്ട, ഈ കാണുന്ന റോഡിനോട് ചേർന്ന ബണ്ട് റോഡിനോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ഇവർ മുങ്ങി മരിച്ചത്. ഏതായാലും ദാരുണമായ സംഭവം. മരണപ്പെട്ട ഒരാളുടെ പേരുവിവരങ്ങൾ മാത്രമാണ് പുറത്ത് തീർച്ചയായും ലെവിൻ, വളരെ സങ്കടകരമായ ദാരുണമായ സംഭവമാണ്. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ലെവിനാണ് വിവരങ്ങൾ നൽകിയത്.